Dear students, welcome to English class. Today is English Grammar Question Chap Part 2. English Grammarലെ Question Tag വിഭാഗമാണ്. ഒന്നാം ഭാഗം നമ്മൾ പഠിച്ചു. അതിന്റെ നിയമാവലികൾ നോക്കി. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നോക്കി. ഇന്ന് അതിന്റെ കണ്ടിന്യൂസ് റൂൾസ് ആൻഡ് എക്സസൈസ് നോക്കൂ. അന്ന് നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ടാഗ് ഉണ്ടെന്ന്, പോസിറ്റീവ് ടാഗ് ആൻഡ് നെഗറ്റീവ് ടാഗ്. ഫോർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ടാഗ്, അനുകൂല പ്രസ്താവനകൾക്ക് പ്രതികൂല ടാഗ്, പ്രതികൂല പ്രസ്താവനകൾക്ക് അനുകൂല ടാഗ്. അങ്ങനെ വരുമ്പോൾ പ്രതികൂല പ്രസ്താവന എന്ന് പറയുമ്പോൾ നോ അല്ലെങ്കിൽ നോട്ട്, അതിനൊപ്പം വരുന്ന കുറച്ച് വാക്കുകൾ കൂടി, അതും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രം. അതാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. നോക്കൂ, നെഗറ്റീവ് ടേംസ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഇല്ല എന്നർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ല, നോട്ട്, 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 നോട്ട്. ഇത് നോട്ടെന്നാവാം, നെവറെന്നാവാം, ഒരിക്കലുമില്ല എന്നാവാം. ഇപ്പോഴില്ല എന്ന് പറഞ്ഞാൽ നോട്ട്, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞാൽ നെവർ. ഹാർഡ്ലി, അതിന്റെ അർത്ഥം അത് ഹാർഡുമായിട്ട് ബന്ധപ്പെട്ട വാക്കല്ല. അതിനർത്ഥം ഇല്ല എന്നാണ്, കഴിയില്ല എന്നാണ്. I can hardly see it. I can hardly see it. I can't see it. I cannot see it എന്നാണ്. എനിക്കിത് കാണാനേ കഴിയില്ല. അപ്പൊ ഹാർഡ്ലി എന്ന വാക്ക് നോട്ട് എന്ന അർത്ഥം പ്രദാനം ചെയ്യുന്നു, നെവർ എന്ന അർത്ഥം പ്രദാനം ചെയ്യുന്നു. ബെയർലി, ഇല്ലേ ഇല്ല എന്നുള്ള അർത്ഥമാണ് ബെയർലി. നോട്ട് എന്നാണ് അർത്ഥം. സ്കഴ്സിലി, ഒട്ടുമില്ല എന്ന അർത്ഥമാണ് സ്കഴ്സിലി. അതുപോലെ തന്നെ സെൽഡം. അപ്പൊ നമ്മൾ പ്രോവർബ് കേട്ടിട്ടുണ്ട്, ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ഇത് മാർച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണും. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന്. അപ്പൊ ഹാർഡ്ലി, ബെയർലി, സ്കഴ്സിലി, സെൽഡം. ഹാർഡ്ലി എന്ന വാക്ക് നോട്ടും, ബെയർലി എന്ന വാക്ക് നോട്ട്, സ്കഴ്സിലി എന്ന വാക്ക് നോട്ട്, സെൽഡം എന്ന വാക്ക് നോട്ട്. അഥവാ ഹാർഡ്ലി എന്ന വാക്കിനെ കൊണ്ട് വാചകത്തിൽ ഉദ്ദേശിക്കുന്നത് ഇല്ല എന്നാണ്. ബെയർലി എന്ന വാക്കിനെ കൊണ്ട് ബെയർലി, ബെയർലി എന്ന വാക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ല എന്ന്, സ്കഴ്സിലി എന്ന വാക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ല എന്ന്, അതുപോലെ തന്നെ സെൽഡം എന്ന വാക്കിനെ കൊണ്ടും ഉദ്ദേശിക്കുന്നതില്ല. അതിന് ടാഗ് വരുമ്പോൾ ആ വാചകം തന്നെ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ വാചകം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റേ മാറും. അങ്ങനെ വാചകം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ട പോസിറ്റീവ് ടാഗാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾ ചോദിക്കാറുണ്ട്. അപ്പോഴെങ്ങനെ വരും നോക്കാം. ഹി ഹാർഡ്ലി ഡസ് എനി വർക്ക്. അവൻ ഒരു ജോലിയും ചെയ്യാറില്ല. കണ്ട, ഹി ഹാർഡ്ലി ഡസ് എനി വർക്ക്. ഒരു ജോലിയും അവൻ ചെയ്യാറില്ല. ഒരു ജോലിയും അവൻ ചെയ്യാറില്ല. കണ്ട, ഹി ഹാർഡ്ലി ഡസ് എനി വർക്ക്. ഹാർഡ്ലി എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നവർക്ക് മാത്രമേ അത് നോ എന്നോ നെവർ എന്നോ നോട്ട് എന്നോ. അപ്പൊ നോക്കൂ, ഹി നെവർ ഡസ് എനി വർക്ക്. കണ്ട, ഹി നോട്ട് ഡസ് എന്നല്ല, ഡസാണ് കഴിഞ്ഞു ഡസിൻറ്റ്. പക്ഷെ മുന്നിൽ വന്നതിനെക്കൊണ്ട് ഹി നോട്ട് ഡസ് എനി വർക്ക് എന്നല്ല, ഹി നെവർ ഡസ് എനി വർക്ക്. അവൻ ഒരിക്കലും ഒരു ജോലിയും ചെയ്യാറില്ല. അതിനാണ് ഹി ഹാർഡ്ലി ഡസ് എനി വർക്ക്. ഡസ് ഹി, ചെയ്യാറുണ്ടോ? ഹി ഹാർഡ്ലി ഡസ് എനി വർക്ക്. അവൻ ഒരു ജോലിയും ചെയ്യാറില്ല. ഡസ് ഹി, ചെയ്യാറുണ്ടോ? She is seldom absent in the class. She is seldom absent in the class. അവൾ ഒരിക്കലും ക്ലാസ്സിൽ ഹാജരാകാറില്ല.
She is seldom, never. She is not absent in the class എന്ന് പറഞ്ഞ ഇന്നത്തെ കാര്യമാണ്. അത് സ്ഥിരമായിട്ട് മാറുമ്പോൾ നോക്കൂ, she isn't absent in the class. അപ്പോഴും ഈസ് ഷീ എന്നാ ചോദിക്കുക. പക്ഷേ സ്ഥിരതയാണ് ഇവിടെ കാണിച്ച സെൽഡം എന്ന വാക്കിന്. അതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. സ്ഥിരതയാണ് ഹാർഡ്ലി, സ്ഥിരതയാണ് ബേർലി. അതുകൊണ്ട് മാഷ് ഇവിടെ നെവർ എന്ന വാക്ക് മൊത്തത്തിൽ എഴുതുന്നത്. ഷീ ഈസ് നെവർ ആബ്സെന്റ് ഇൻ ദ ക്ലാസ്. അവൾ ഒരിക്കലും ക്ലാസ്സിൽ ആകാറേ ഇല്ല, അല്ലെങ്കിൽ ആബ്സെന്റ് ആകാറില്ല, പിന്നെ ക്ലാസ്സിൽ വരാതെ ഇരിക്കാറില്ല. നോക്കൂ, ഷീ ഈസ് ആബ്സെന്റ് എന്ന്, ഷീ ഈസ് നെവർ ആബ്സെന്റ് എന്നതിന് പകരം ഷീ ഈസ് സെൽഡം ആബ്സെന്റ് ഇൻ ദ ക്ലാസ് എഴുതുന്നത്. ഷീ ഈസ് നെവർ ആബ്സെന്റ് ഇൻ ദ ക്ലാസ്. അപ്പൊ എന്താണ് ഈസ് ഷീ കണ്ടോ ഉണ്ട്. അപ്പോൾ ഹാർഡിലേക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ഉപയോഗിച്ചു. സെൽഡം നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ഉപയോഗിച്ചു. അടുത്തത്, ദി ഗോട്ട് ബെയർലി എനിത്തിങ് ടു ഈറ്റ്. അവർക്ക് കഴിക്കാൻ ഒന്നും കിട്ടിയില്ല. ദി ഗോട്ട് കിട്ടിയെന്നാദ്യം ഉണ്ടാവുക, പക്ഷേ ഇതാണ് ഇതിന്റെ പ്രത്യേകത. ബെയർലി ഗോട്ട് നല്ല പറയാം. ഗോട്ട് എന്ന് പറഞ്ഞിട്ടാ ബെയർലി ഉപയോഗിക്കുന്നത്. കണ്ടോ, ഈസ് പറഞ്ഞിട്ടാ സെൽഡ് ഉപയോഗിക്കുന്നത്. നോക്കൂ, they got barely anything to eat. Barely means ഒട്ടും തന്നെ ഇല്ല. അതാണ് nothing. കണ്ടോ, they got barely anything to eat. Barely anything means nothing. അപ്പൊ they got nothing to eat ശരിയായല്ലോ. They got nothing to eat. They got nothing to eat. പക്ഷെ they got barely anything to eat. കിട്ടിയോ? Did they അവർക്ക് കിട്ടിയോ? അപ്പോഴെന്തൊക്കെ ഉപയോഗിച്ചു? ഹാർഡ്ലി. He hardly does any work. Does he? Seldom. She is seldom absent in the class. Is she? And barely. They got barely anything to eat. Did they? Last, scarcely. നോക്കൂ, it scarcely appears in daylight. ഏതെങ്കിലും ഒരു ജീവി അതൊരിക്കലും വെളിച്ചത്തിറങ്ങില്ല, പകലിറങ്ങില്ല, പകലിറങ്ങാറില്ല. കണ്ടോ, ഇറ്റ് സ്കേഴ്സിലി, അത് പതിവായിട്ട്, അതുകൊണ്ട് പതിവായിട്ട് ഇറ്റ് സ്കേഴ്സിലി അപ്പിയേഴ്സ്, അപ്പിയർ പ്രത്യക്ഷപ്പെടുക. അപ്പം ചില ജീവികളൊക്കെ ഇപ്പൊ കണ്ട് രാത്രി മാത്രമാണ് വരുന്നത്. അപ്പൊ രാത്രി സ്ഥിരമായിട്ട് വരുന്ന ഏതെങ്കിലും ജീവികൾ, ഇപ്പൊ വവ്വാല് മാതിരിയുള്ള ജീവിയൊക്കെ, അത് നമ്മുടെ ലൈറ്റിന്റെ അടുത്തിൽ പകലല്ല വരുന്നത്, രാത്രി വരിക. ഈ ലിസാർഡ്, പല്ലീനൊക്കെ പിടിക്കാനായിട്ട്. ഇറ്റ് സ്കേഴ്സിലി അപ്പിയേഴ്സ് ഇൻ ഡേലൈറ്റ്. എന്നാൽ പകൽ സമയത്തൊന്നും അത് വരാറില്ല. അപ്പൊ ഇറ്റ് സ്കേഴ്സിലി അപ്പിയേഴ്സ് ഇൻ ഡേലൈറ്റ്. കേട്ടോ, അപ്പിയേഴ്സിന്റെ ഡസ് എടുത്തു. ഡസ് ഇറ്റ്. ഇതാണ് ഇതിലെ അല്പം ടഫായിട്ട് 10ാം ക്ലാസ്സിലോ +1 +2 അല്ലെങ്കിൽ PSC പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങൾ. ഓക്കെ, ഇതാണ് എന്തൊക്കെയാണ് വാക്കുകൾ? നെഗറ്റീവ് ടേംസ് പഠിച്ചോളാം. ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സിലി ആൻഡ് സെൽഡം. Let us continue. ഇന്നലത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചു, നാമപദം ഉപയോഗിക്കാൻ പാടില്ല, പകരം പ്രൊനൗൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആണിന് പകരം ആണിന്റെ പേരിന് പകരം ഹി, പെണ്ണിന്റെ പേരിന് പകരം ഷി. പുരുഷനാമത്തിന് പകരം ഹി എന്നും സ്ത്രീനാമത്തിന് പകരം ഷി എന്നും. ബഹുവചനത്തിന് ആണോ പെണ്ണോ വകഭേദമില്ലാതെ ദേ എന്നും. വസ്തുക്കൾക്ക് വകഭേദമില്ലാതെ ഇട്ടെന്ന്. ഇതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി എന്നാൽ അല്പം ശ്രദ്ധിച്ച് നോക്കി വെക്കേണ്ട കുറച്ച് പദങ്ങൾ നോക്കൂ. നാമപദമായിട്ട് എവരിബഡി വന്നാൽ, അല്ലെങ്കിൽ സംബടി വന്നാൽ, അല്ലെങ്കിൽ എനിബഡി വന്നാൽ, അല്ലെങ്കിൽ എനിവൺ വന്നാൽ, അപ്പൊ ഏതൊക്കെ പദങ്ങൾക്കാണ് മാറ്റം വരുന്നത് നോക്കാം. നോക്കൂ, എവരിവൺ എന്ന വാക്ക് എല്ലാവരും, അതിനെയാണല്ലോ എവരിബഡി. ബോഡി മീൻസ് അവർ ബോഡി, ആ വ്യത്യാസമുള്ളൂ. ആണ് എവരിബഡി. എനിവൺ, ദാറ്റ് ഈസ് എനിബഡി. സംവൺ, ദാറ്റ് ഈസ് സംബഡി. ആരോ, എല്ലാവരും, ആരോ, ആരെങ്കിലും. എനിവൺ എന്ന് വെച്ചാൽ ആരെങ്കിലും.
അങ്ങനെ വരുമ്പോൾ എവരി വൺ, എനി വൺ, സം വൺ പകരം എവരിബഡി, എനിബഡി, സംബഡി. അപ്പോൾ എല്ലാവരും, എവരിവൺ, എനിവൺ ആരെങ്കിലും, സമൺ ആരോ. അതുപോലെ തന്നെ എവരിബഡി എല്ലാവരും, എനിബഡി ആരെങ്കിലും ഉണ്ടോ, എനിബഡി ഇത് ആരെങ്കിലും ഉണ്ടോ, എനിവൺ ക്യാൻ ആൻസർ ആർക്കെങ്കിലും ഉത്തരം പറയാൻ കഴിയുമോ, ഇതൊക്കെയല്ല ഉത്തരം കിട്ടുന്നത്. എവരിവൺ മസ്റ്റ് ബ്രിങ് 10 rupees ഈച്ച്. ഓരോ കുട്ടിയും 10 രൂപ കൊണ്ടുവരണം. പണ്ടൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ സ്റ്റാമ്പ്, സർക്കാർ സ്റ്റാമ്പ് വിൽക്കാൻ. ഇപ്പോഴും പറയും 10 രൂപ കൊണ്ടുവരണം. എവരിവൺ, അതാണ് അർത്ഥം മാറിയിട്ട് വൺ എന്ന് വാക്ക് മാറിയിട്ട് വെടി വരുന്നു. അപ്പോൾ എത്ര വാക്കുകൾ നോക്കി, എവരിവൺ, എനിവൺ, സംവൺ, എവരിബഡി, എനിബഡി, സംബഡി. വേഗം അവർക്ക് വേണ്ടിയിട്ട് ആ പദം തന്നെ വീണ്ടും പ്രൊനൗണായിട്ട് ഉപയോഗിക്കാറില്ല. അതിനുപയോഗിക്കുന്ന പ്രൊനൗണാണ് ദേ. അതിനുപയോഗിക്കുന്ന പ്രൊനൗണ് ദേ. അത് ഒന്നിൽ കൂടുതൽ പേര് വരുമ്പോഴുള്ള പ്ലൂറലായ പ്രൊനൗൺ ദേ. അത് തന്നെയാണ് to everyone they, anyone they, someone they, everybody they, anybody they, somebody they എന്നിങ്ങനെ വരുന്നത്. ഇത് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. Everybody have arrived. എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. Haven't they, കണ്ടോ, haven't they, അവരെത്തിയിട്ടില്ലേ, എല്ലാവരും എത്തിയിട്ടുണ്ട്. എവരിവൺ ഹാവ് അറൈവ്ഡ്. അപ്പൊ ഹാവ് എടുത്തു. ഇത് എവരിബഡി എന്ന് പറഞ്ഞാൽ കൂടെ നെഗറ്റീവ് ടേമിലേക്ക് വരുന്നില്ല കേട്ടോ. നെഗറ്റീവ് ടേം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോഴ് ബഹുവചന രൂപമായിട്ട് ഉപയോഗിക്കുന്ന നാമപദങ്ങളാണ്. ബഹുവചന രൂപമായിട്ട് ഉപയോഗിക്കുന്ന, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്ന നാമപദങ്ങൾ. എവരിബഡി ഹാവ് അറൈവ്ഡ്. ഹാവിന്റ്. സംബഡി ഹാവ് എസ്കേപ്ഡ്. ആരൊക്കെയോ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. Didn't they? കണ്ടോ, somebody. Didn't they? Anyone can do this. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. Aren't they? Or can't they? കഴിയില്ലേ? Anyone can do this. Can't they? കഴിയില്ലേ? ഇങ്ങനെ everyone, anyone, someone, everybody, anybody, somebody. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു അല്പം ആലോചിച്ച് വെക്കാൻ നിർബന്ധിതമായ പദങ്ങളാണ്. ഈ പദങ്ങൾ ശ്രദ്ധിച്ചോളൂ. എവരിവൺ, എനിവൺ, സംവൺ, എവരിബഡി, എനിബഡി, സംബഡി. ഇവർക്ക് വേണ്ടിയിട്ട് പ്രൊനൗണാണ് ഉപയോഗിക്കുന്നത്. ദേ ആണ്. അതിന്റെ എക്സാമ്പിളാണ് ഇവിടെ എഴുതി കാണിച്ചത്. അടുത്തത് ആം എന്ന പദമാണ്. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നു. ആമിന്റെ എന്ന വാചകത്തിൽ വന്നാൽ, നെഗറ്റീവിൽ വന്നാൽ ആം ഐ. ആം ഐ കണ്ടോ. അയാമിന്റെ പോലീസ്മാൻ. അയാമിൻസ്. ഹേയ്, ഞാൻ പോലീസുകാരനൊന്നല്ല. ആമിന്റെ പോലീസ്മാൻ. ഇതിന്റെ ഒപ്പമുള്ള ചോദിച്ചു ആം ഐ. കണ്ടോ, ആം ഐ. അപ്പൊ ആം എന്ന വാക്ക് ആം തന്നെയായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ പ്രസ്താവന നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ടാഗിൽ ആം തന്നെ ഉപയോഗിക്കുന്നു. പക്ഷേ പ്രസ്താവനയിൽ ആം വന്നിട്ട് നോട്ട് ഇല്ലെങ്കിലോ നോക്കൂ. ഐ ആം റൈറ്റ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. അതിന് ടാഗ് നോക്കൂ. ആമിന്റെ അല്ല, ആറിന്റെ. ഇത് പഠിച്ചു വെക്കും ഇങ്ങനെ തന്നെ. ഐ ആം റൈറ്റ്. ഇതൊക്കെ പരീക്ഷിക്കാം. ഐ ആം കറക്റ്റ്. ഐ ആം ഓൺ ടൈം. അറിയണ്ടേ, ഞാൻ ശരിയായ സമയത്താണ് എത്തിയത് അല്ലേ. ഐ ആം റൈറ്റ്. ഞാൻ പറഞ്ഞത് ശരിയാണ് അല്ലേ. ഐ ആം കറക്റ്റ്. ഞാൻ ചെയ്തത് ശരിയാണ് അല്ലേ. ആറിൻ്റെ ആ ഐ ആം റൈറ്റിനും ഐ ആം കറക്റ്റിനും ഐ ആം ഓൺ ടൈമിങ്ങിനും ഒക്കെ എന്താണ് ചേർക്കേണ്ടത്? ആറിൻ്റെ. എന്നാൽ ഐ ആം എൻ എഞ്ചിനീയർ. ഞാനൊരു എഞ്ചിനീയർ അല്ല. എം ഐ. ഇങ്ങനെ ചോദിക്കുന്ന ഈ രണ്ടെണ്ണം പ്രത്യേകം നോട്ട് വെക്കാം. അതായത് ഒന്നുകൂടി പറയുന്നു.
ആം എന്ന ഓക്സിലറി നോട്ടിനോട് കൂടി പ്രസ്താവനയിൽ വന്നാൽ ടാഗിൽ ആം തന്നെ. എന്നിട്ട് ആ ഏമാണ് മാറിയിട്ട് ആറാകുന്നത് എന്ന് ഇംഗ്ലീഷുകാരൻ മാറ്റിവെച്ച് പറഞ്ഞു വെച്ചത് നമുക്ക് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. പഠിച്ചേ പറ്റുള്ളൂ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. SSLC പരീക്ഷ നിർബന്ധമാണ്. പ്ലസ് ടുവിനും BSc UPSc ഒക്കെ നിർബന്ധമായിട്ടും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും ഈ പദം. ഐ ആം ഇൻ എ പോലീസ്മാൻ. Am I? ഇത് പഠിച്ചോക്ക. I'm right. ആറിൻ്റെ നോക്കൂ, ഈ ഏമാണ് ആറായിട്ട് മാറിയത്. ഏമാണ് ആറായിട്ട് മാറുന്നത്. അപ്പൊ ഏം ആറായിട്ട് മാറുന്ന ഗ്രാമർ പ്രയോഗം ഏതാണ്? ക്വസ്റ്റ്യൻ ടാഗിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വന്നാൽ അതിൽ ആം ഉണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ് ടാഗിൽ അത് ആറായിരിക്കും. ഒന്നുകൂടി പറയാം, എവിടെയാണ് ആം ആറായി മാറുന്നത്? ടാഗ് ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. കണ്ടോ, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സഹായക്രിയ ഉപയോഗിച്ചാണ് പറയേണ്ടത്. ഓക്കെ, സഹായക്രിയ ഉപയോഗിക്കുമ്പോൾ ആം എന്ന സഹായക്രിയ ഇതുവരെ മറ്റൊരു വാക്കം നമ്മൾ മാറ്റി പ്രയോഗിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഇതാ പറയുന്നു, ഇംഗ്ലീഷുകാർ പറയുന്നു അവരുടെ ഗ്രാമറിൽ നാം അങ്ങനെ ഉപയോഗിക്കണമെന്ന്. അവരുപയോഗിക്കുന്നത് അങ്ങനെ തന്നെ, നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെ. അല്ലാതെ ആമിന്റെ ഐ എന്നല്ല. എന്താണ് കൊടുക്കേണ്ടത്? ആറിന്റെ ഐ. എന്നാൽ ഇവിടെ എന്ത് കൊടുക്കാം? എം ഐ എന്ന് കൊടുക്കാം. കണ്ടോ, എം ഐ എന്ന് കൊടുക്കാം. പ്രസ്താവന നെഗറ്റീവ് ആണെങ്കിൽ, കണ്ടോ, നെഗറ്റീവ് ആണെങ്കിൽ എം ഐ കൊടുക്കാം. പ്രസ്താവന പോസിറ്റീവ് ആണെങ്കിൽ, ടാഗ് നെഗറ്റീവ് ആണ്, ടാഗ് എന്ത് കൊടുക്കണം? ആർ കൊടുക്കണം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നുകൂടി പറയുന്നു, ആം എന്ന ഓക്സിലറി പ്രസ്താവനയിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ വന്നാൽ ആം തന്നെ. ആം എന്ന ഓക്സിലറി പ്രസ്താവനയിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ വന്നാൽ നെഗറ്റീവ് ടേം ഉപയോഗിക്കുമ്പോൾ ആറ്. ഇനി അടുത്തതാണ്, ലാസ്റ്റാണ് നിയമത്തിൽ ഷാൽ ഉപയോഗിക്കുന്നത്. ഷാൽ ഏതൊരു വാചകം നാം ലെറ്റ് വെച്ച് ഉപയോഗിക്കുന്നു, പ്രത്യേകിച്ചും നമ്മൾ അത് ഭാവിയാണത്. Let us start, let us go there. നമുക്ക് അവിടെ പോകാം. Let us start the function. നമുക്ക് പരിപാടി ആരംഭിക്കാം. Let us do this work. നമുക്ക് ഈ ജോലി ചെയ്യാം എന്നിങ്ങനെ ലെറ്റ് എന്ന ഒരു പ്രത്യേക പദം പെർമിഷന് വേണ്ടി മറ്റുള്ളവരുടെ അനുവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ലെറ്റ് ഹിം ഗോ, അവനെ പോകാൻ അനുവദിക്കൂ. ലെറ്റ് അനുവദിക്കുന്നതാണ്. അപ്പൊ അത് ഔപചാരികമായിട്ട് ഉപയോഗിക്കുന്നതാണ് ലെറ്റസ് എന്ന പ്രയോഗത്തിൽ വരുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാം. നോക്കൂ, ആ ലെറ്റേഴ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ്. അങ്ങനെ വന്നാൽ അതിൽ ഉപയോഗിക്കേണ്ടത് പോസിറ്റീവോ നെഗറ്റീവോ എന്ന കാര്യമേ ഇല്ല, നടക്കാൻ പോകുന്നേ ഉള്ളൂ. നടക്കാൻ പോകുന്ന പ്രയോഗത്തിൽ ഇംഗ്ലീഷുകാരൻ വെച്ചിരിക്കുന്ന നിയമം ഇതാണ്. ലെറ്റേഴ്സിന് എന്ത് ഉപയോഗിച്ചോളാം? ഷാൽ വി. എന്ത് ഉപയോഗിച്ചോളാം? ഷാൽ വി. ഏതിനാണ് ഉപയോഗിക്കേണ്ടത്? ലെറ്റേഴ്സിന്. നോക്കൂ, ലെറ്റ് us start the function. ഷാൽ വി. അപ്പൊ ഷാലിന്റെ വി ഒന്നും വേണ്ടത്. ലെറ്റ് us start the function. നമുക്ക് ആരംഭിക്കുകയല്ലേ ഷാൽ വി, നാം തുടങ്ങുകയല്ലേ, അത് അതിൽ തന്നെ കിട്ടിക്കോളും, ഷാലിൽ കിട്ടിക്കോളും. അങ്ങനെ ഷാല് വരുമ്പോൾ നോട്ടിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചും നിങ്ങൾക്ക് 8 ആകട്ടെ 9 ആവട്ടെ 10 ആവട്ടെ ഇത് പ്രയോഗത്തിലുണ്ട്. 5ാം ക്ലാസ് മുതൽക്ക് ഇപ്പോഴത് പ്രയോഗത്തിലുണ്ട്. CBSE 5 മുതൽക്ക് ഇത് പഠിച്ച് പരീക്ഷിക്കുന്നു. അത് നമ്മളിത് പഠിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ അറിവ് കിട്ടിയാലേ നമുക്ക് ഇംഗ്ലീഷ് ഗുണകരമായിട്ട് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഇവിടെ വന്നാൽ അല്ലെങ്കിൽ ഇനിയുള്ള ക്ലാസ് ഇനി തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അഥവാ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ ചെറിയ സംഘങ്ങളായിട്ട് നിങ്ങൾ ഇനി ഏത് കാലത്ത് വന്നാലും നിങ്ങൾക്കത് ഞാൻ പറഞ്ഞുതരും. അത് SSLCക്കാവട്ടെ, പ്ലസ് ടുവിനാവട്ടെ, ഡിഗ്രിക്കാവട്ടെ, മത്സര പരീക്ഷകൾക്കാവട്ടെ, ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും കിട്ടും. നോക്കൂ, let us start the function. Shall we? Let us go forward. നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? ഈ പരിപാടിയായിട്ട് നമുക്ക് let us go forward. നമുക്ക് അതിന് മുന്നോട്ട് പോകാം. Shall we? നമുക്ക് അങ്ങനെ പോയിക്കൂടെ? ഇതാണ് ഇപ്പോഴേ ലാസ്റ്റ് 2 നിയമം പറഞ്ഞത്. ആം കണ്ടോളൂ. I am a policeman. Am I? I am right. Aren't I? Ni shall.
Let us start the function, shall we? Let us go forward, shall we? അപ്പോഴേ ടാഗിലെ സർവമാന നിയമങ്ങൾ ഏകദേശം ഇപ്പം നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞു. അത് ഇത്രത്തോളൊന്നും വേണ്ട. പരീക്ഷയ്ക്ക് ഞാൻ ചോദിച്ചാലും പരീക്ഷയ്ക്ക് ഇനി മാർച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചാലും നിസ്സാര ചോദ്യങ്ങളെ ചോദിക്കുള്ളൂ. കാരണം ഇത് അറിഞ്ഞു വെക്കുന്നത് കുറച്ച് പഠിച്ചു വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 5ാം ക്ലാസ്സുകാരനും ഡിഗ്രി ക്ലാസ്സുകാരനും ടാഗ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അത് കുറച്ച് പറഞ്ഞു കൊടുക്കുന്ന രീതി ടാഗിൻ്റെ അകത്തൊന്നുമില്ല, പിന്നീട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു വെച്ചത്. നിങ്ങൾക്ക് ഇത് എപ്പോഴും കണ്ടാലും മനസ്സിലാവുന്നതാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്യാം. ഇതുവരെ പഠിച്ച നിയമങ്ങളുടെ സംക്ഷിപ്ത രൂപം നമുക്കിവിടെ എക്സാമ്പിളിലൂടെ നോക്കാം. ഒന്ന്, കൂടിച്ചേർന്ന് നിൽക്കുന്ന 3 പദങ്ങളെടുത്ത് ഇതാണ് പ്രധാനപ്പെട്ടത്. കൂടിച്ചേരാത്ത നമുക്ക് കണ്ടുപിടിക്കാനാവും. ആണ് ലാസ്റ്റ് ഒന്ന് ചെയ്യാം. ദേ പ്രിപ്പയർ ഫുഡ്. ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് ഓക്സിലറി ആണ്. ദേ ബഹുവചനമാണ്. പ്രിപ്പയർ എന്ന വാക്ക് പാകം ചെയ്യുന്നു. ഇതിനകത്ത് ഡു ഉണ്ട്. കാരണം ഡു പ്രിപ്പയർ ആണ് പ്രിപ്പയർ. അതുകൊണ്ട് ഡു. പ്രസ്താവന പോസിറ്റീവാണ്. അതുകൊണ്ട് ടാഗ് നെഗറ്റീവ്. ഡോൺ. ദേ തന്നെ. ഡോൺ ദേ പ്രിപ്പയർ ഫുഡ്. അവർ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. ഇല്ലേ? ഡോൺ ദേ അവരത് ചെയ്യുകയല്ലേ? യെസ്. അപ്പൊ കിട്ടിയല്ല. പ്രിപ്പയറിനകത്തുനിന്ന് ഡു കിട്ടി. ഇത് ശ്രദ്ധിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ചോദിച്ചതാണ്. ശീതൾ വാഷസ് ഹർ ക്ലോത്ത്സ്. സിംഗുലർ ആണ്, ഫീമെയിൽ ആണ്, പെൺകുട്ടിയാണ്. സിംഗിൾ ആയതുകൊണ്ട് വാഷസ് ആണ്. ഇതിനകത്ത് ഡസ് ആണ്. ശീതൾ വാഷസ് ഹർ ക്ലോത്ത്സ്. അപ്പോഴോ ഡസ് ഇൻറ്റ് ഷീ അല്ല, ഡസ് ഇൻറ്റ് ഷീ. But prepare do ആണ്, don't they? Washes it does another doesn't she? ഇനി സോനു wrote well. പരീക്ഷ അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. റോട്ട് ഡിഡ് ആണ്, ഡിഡ് റൈറ്റ് ആണ്, റോട്ട് ഭൂതകാലാണ്. അതുകൊണ്ട് അതേ കാലത്തിൽ തന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചതാണ്. ഏതൊരു ടെൻസിലാണോ പ്രസ്താവന അതേ ടെൻസിലാണ്. ഏതൊരു ടെൻസിലാണോ പ്രസ്താവന അതേ ടെൻസിലാണ് ടാഗ്. വൺസ് അഗൈൻ, ഏതൊരു ടെൻസിലാണോ പ്രസ്താവന അതേ ടെൻസിലാണ് ടാഗ്. അതുകൊണ്ട് സഹായക്രിയ ആണ് ടെൻസിലെത്തിയിരിക്കുന്നത്. ആണ് സഹായക്രിയ വെച്ചാണ് എഴുതുന്നത്. ഡിഡ്. സോനു റോട്ട് വെൽ. ഡിഡിൻറ്റ് ഹി? ഡിഡിൻറ്റ് ഹി? ഇപ്പൊ ഡു കിട്ടി, ഡസ് കിട്ടി, ഡിഡ് കിട്ടി. 3 എക്സാമ്പിൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വൺസ് അഗൈൻ, ദേ പ്രിപ്പയർ ഫുഡ്. ഡോണ്ട് ദേ? ഷീ washes her clothes. Doesn't she? Zonu wrote well. Didn't he? ഇനി അടുത്ത നിയമം കുറെ എണ്ണം പറഞ്ഞു. അതിലൊരെണ്ണം എടുത്തു. അതായത് ബഹുവചനത്തിന് വരുന്ന ടാഗ് എന്ത്? എവരിബഡി, എവരിവൺ, നോ, സംവൺ, സംബഡി, എനിവൺ, എനിബഡി. അതിൽ എവരിബഡി കൊടുത്തു മാഷ്. എവരിബഡി ഹാവ് ടേക്കൻ ഫുഡ്. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വന്നവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവരിവിടെ ഹാവ് ടേക്കൻ പ്രസന്റ് പെർഫെക്റ്റ്. അണ്ട് ഹാവ് എടുക്കുന്നു. കണ്ടോ? ഹാവ് പ്രസ്താവന പോസിറ്റീവാണ്. അതുകൊണ്ട് ടാഗ് നെഗറ്റീവ്. ഹാവിന്റെ. കണ്ടോ? അവരിവിടെ ഹാവ് ടേക്കൻ ഫുഡ്. ഹാവിന്റെ ദേ. അപ്പൊ എവരിബഡിക്ക് കൊടുത്തതാണ്. ഓർത്തോളൂ. ഇത് വലിയ പരീക്ഷകൾക്ക്. അടുത്തത് നേരത്തെ ആമിന്റെ കാര്യം പറഞ്ഞു. അണ്ട് ആമൺ ടൈം. ഞാൻ കൃത്യസമയത്താണ്. അല്ലേ? ആർ ഇൻറ്റ് ഐ. കണ്ടോ? ആർ ഇൻറ്റ് ഐ. ആമൺ ടൈം. ആർ ഇൻറ്റ് ഐ. ഞാൻ കൃത്യസമയത്തെത്തി. അല്ലേ? ആർ ഇൻറ്റ് ഐ. അടുത്ത ലെറ്റാണ്, ഷാലാണ്. ലെറ്റ് us finish. Let us finish the work. നമുക്ക് ഈ ജോലി പൂർത്തിയാക്കാം. അല്ലേ?
അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല. ഇതെന്താണ്? ഷാൽ വി. ഇനി മറ്റൊന്ന് നെഗറ്റീവ് ടേംസ് ആണ്. എന്തൊക്കെ നെഗറ്റീവ് ടേംസ് പഠിച്ചത്? ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, ബെയർലി, അൺസെൽഡം. ഇതാണ് പ്രത്യേകിച്ച് വരുന്ന വാക്കുകൾ. എന്തൊക്കെയാണ്? ദേ സെൽഡം യൂസ് ഡ്രഗ്സ്. അവർ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല. ആ വിഭാഗക്കാർ, അല്ലെങ്കിൽ അവർ പട്ടാളക്കാരാട്ടെ, പോലീസുകാരാട്ടെ, നമ്മുടെ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുന്നില്ല, അവർ മയക്കുമരുന്ന് ഉപയോഗിക്കില്ല. They seldom use drugs. Never. അപ്പോഴെന്താണ്? ഈ സൈഡ് നെഗറ്റീവ് ആയതുകൊണ്ട് യൂസ്. Do they? They seldom use drugs. Do they? ഇതാണ് ഇത് തന്നിരിക്കുന്ന എക്സാമ്പിൾസ്. ഈ എക്സാമ്പിൾസ് ആണ് മനുഷ്യ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ വർക്കിനായിട്ട് ഞാൻ നാളെ കുറച്ച് ക്ലാസ് തരും. അതായത് എക്സാമ്പിൾസ് നോട്ട് അയക്കും. മക്കളത് ആ നോട്ട് എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് ടാഗ് ഫില്ല് ചെയ്തിട്ട് മാഷിക്ക് അയക്കും. ഞാൻ ഒരു 10-25 ചോദ്യം നിങ്ങൾക്ക് അയക്കും. വളരെ സിമ്പിളാണ്. ആ സിമ്പിൾ എന്നിട്ട് അടുത്ത ദിവസം ഞാനത് ഉത്തരവും പറയും. അതിൻ്റെ അടുത്ത ദിവസം ഉത്തരവും പറയും. അപ്പൊ നാളെ നിങ്ങൾക്ക് തരുന്നത് ഒരു 25ഓളം എക്സൈസ് വർക്ക്സ് ആണ്. അത് എഴുതി അയക്കുകയാണ് ചെയ്യുക. ഇന്ന് ക്ലാസ് കേൾക്കുക. നാളെ തരുന്നത് അതാണ്. മറ്റന്നാൾ അതിന് ഉത്തരവും ഡോക്ടർ. ഓക്കെ. They prepare food, don't they? Sheetal washes her clothes. Doesn't she? Sonu wrote well. Didn't he? Everybody have taken food. Haven't they? I am on time, aren't I? Let us finish the work, shall we? They seldom use drugs, do they? ചെറിയ ശബ്ദം ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പ്രാക്ടിക്കൽ വർക്ക് ടുമാറോ.